കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. യേശുവേ ആരാധന. ആരാധനയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന യേശുവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിൻ്റെ ആദ്യ ഭാഗമെന്ന് പറയുന്നത് സാക്ഷ്യവിചാരമാണ്. അതായത് ഈ ആഴ്ചയിൽ നടന്ന ചില സാക്ഷ്യങ്ങളെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയും ആ സാക്ഷ്യങ്ങളുടെ ഒരു ഉടമ്പടി ജീവശാസ്ത്രമുണ്ട്, അത് വചനാധിഷ്ഠിതമായി പരിശോധിക്കുകയും ആ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ആപ്ലിക്കേഷൻ കിട്ടുകയും ചെയ്യുകയാണ് ഈ സാക്ഷ്യവിചാരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ ആഴ്ചത്തെ നല്ല സാക്ഷ്യങ്ങളിലൊന്ന് ക്രിസ്റ്റി ജിനോയുടെ സാക്ഷ്യമാണ്. എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ്, നല്ലതല്ലാത്ത സാക്ഷ്യങ്ങൾ നമ്മളിവിടെ പറയിപ്പിക്കത്തുമില്ല. പക്ഷെ അതല്ല ടിപ്പിക്കൽ സാക്ഷ്യം എന്ന് പറയാം. ക്രിസ്റ്റി ജിനോയുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ അവരൊരു ജർമ്മൻ സ്റ്റുഡൻ്റാണ്, ജർമ്മൻ ഭാഷ സ്റ്റുഡൻ്റാണ്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ല. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ആദ്യകാലങ്ങളിൽ അവർക്ക്
A1 A2 പരീക്ഷയുടെ സമയത്ത് കോവിഡാണ് വന്നത്. അവർക്ക് കോവിഡ് വന്ന് ശ്വാസം കിട്ടാതെയായി, ക്ലാസ്സിൽ പോകാൻ പറ്റാതെയായി, ക്ലാസ്സിൽ ആബ്സെൻ്റായി. അപ്പോൾ പരീക്ഷ അറ്റൻഡ് ചെയ്താൽ തോക്കുമെന്നുള്ള കാരണം വെറുതെ കാശ് കളയണ്ട എന്നാണ് പൊതുവെയുള്ള ഒരു പൊതുധാരണ. പക്ഷെ എങ്കിലും അവളുടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ട്, നീ അറ്റൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അറ്റൻഡ് ചെയ്യുകയും 60% പോലും അറ്റൻഡൻസ് ഇല്ലായിരുന്ന ഈ ഗസ്റ്റ് ജീനോ A1 ഏറ്റവും കവർ ചെയ്യുകയും ചെയ്യും അത്ഭുതകരമായി. പിന്നെ B1 B2 എക്സാം വരും, ജർമ്മൻ. അത് അവർക്ക് കോയമ്പത്തൂർ പോയി എഴുതേണ്ടതാണ്. B1 B2 എക്സാം വരുമ്പോൾ കുറച്ച് പഠിക്കാൻ പറ്റും, കുറച്ച് പഠിക്കാൻ പറ്റത്തില്ല, കൊളാപ്സാണ്. പക്ഷെ പരീക്ഷ എഴുതാൻ പോയ സ്ഥലത്ത് എനിക്കൊന്ന് കൽക്കട്ടയിലാണ് പരീക്ഷ എഴുതാൻ പോയിരിക്കണം തോന്നുന്നത്. അവിടെ വെച്ച് ഇവർക്ക് ഫുഡ് പോയ്സൺ അടിക്കും. അവിടുത്തെ ഭക്ഷണം പിടിക്കാതെ വന്നിട്ട് ഛർദിലും മറ്റസുഖമൊക്കെ ഇട്ടൊരു കിടന്നു പോകും, തളർന്നു പോകും, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകും. എന്നിട്ട് ഉള്ള ജീവൻ വെച്ചുകൊണ്ട് ഇവർ പോയി B1 B2 അറ്റൻഡ് ചെയ്യും. പക്ഷെ അതിനെല്ലാം നല്ല സ്കോർ കിട്ടും. എന്താ വിഷയമെന്ന് പറയണത്, നമ്മൾക്ക് ഇവിടെ ഒന്നും ഒരു കറക്റ്റായിട്ട് എന്താണ് സംഭവിക്കണമെന്ന് റീസണബിളായിട്ട് പറയാൻ പറ്റണില്ല. ഒരു യുക്തിപരമായിട്ട് ഇതിൻ്റെ അകത്ത് ഒത്തിരി യുക്തിപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാക്ഷ്യമല്ലത്. പക്ഷേ ഇറ്റ്സ് ഹാപ്പൻഡ്. സോ അതങ്ങനെ സംഭവിക്കുന്നു. അതിന് ബൈബിളാണ് അതിൻ്റെ കാരണങ്ങൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ റീസണബിളായിട്ട് നടക്കത്തില്ല, മാത്തമാറ്റിക്കലായിട്ട് നടക്കത്തില്ല, യുക്തിപരമായിട്ട് നടക്കത്തില്ല. പിന്നെ ഇതെങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ബൈബിളേ പറയത്തുള്ളൂ, കർത്താവിൻ്റെ വചനമേ പറയത്തുള്ളൂ. എന്താണ് പറയണത്? എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. എന്ന് പറഞ്ഞ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. റോമ 9:16 മെസ്സേജ് ഉള്ളത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ, ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും റോമ 9:16 അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ളതാണ് അതിന് പ്രാധാന്യം. എന്താണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം? ദൈവത്തിൻ്റെ ദയ. ദൈവം നമ്മോട് ഒരു ദയ കാണിക്കുന്നതാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. വീട്, ജോലി, വിവാഹം, രോഗസൗഖ്യം എല്ലാം ദൈവം നമ്മോടൊരു ദയ കാണിച്ചാൽ നമ്മളുടെ സങ്കല്പങ്ങൾക്കും ധാരണകൾക്കും അതീതമായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദയ നമുക്ക് അസ്പയർ ചെയ്യണത് അല്ലെങ്കിൽ ആർജിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ? എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ
ദയ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ ദയ ആർജിക്കാൻ പറ്റണം, അല്ലേ? ദൈവത്തിൻ്റെ ദയ ആർജിക്കാൻ പറ്റുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇങ്ങനെ മസിൽ പിടിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ നമുക്ക് ദൈവത്തിൻ്റെ ദയ അടിച്ചു മാറ്റാൻ പറ്റത്തില്ല, ആർജിക്കാനും പറ്റത്തില്ല, പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിനൊരു സ്റ്റാൻഡിങ് നിലപാടുണ്ട്. ദൈവത്തിൻ്റെ സ്റ്റാൻഡിങ് നിലപാടുണ്ട്. എന്താ നിലപാട്? അതായത് എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് അനുകമ്പയും. അവിടെ കഴിയണ്ട വിഷയം പറഞ്ഞിട്ടില്ലേ? റോമ 9:15. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 9:18. താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. ഒന്ന് പറഞ്ഞേ, താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. അടുത്തത്, അതുപോലെ താൻ ഇച്ഛിക്കുന്നവരെ കഠിന ഹൃദയരാക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സ്റ്റാൻഡിങ് വർക്ക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഗിമ്മിക്ക് കാണിച്ച് ദൈവത്തിൻ്റെ ദയയ്ക്ക് പാത്രീഭൂതമാകാനൊന്നും പറ്റത്തില്ല. അതാണ് വിഷയം. അതേസമയം തന്നെ ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അത് റോമ 9:15 9:16 അടുപ്പിച്ചടുപ്പിച്ച് പറഞ്ഞ വാക്കുകളാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പറഞ്ഞേ, ദൈവത്തിൻ്റെ ദയയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ജോലി, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ സീനിയോറിറ്റിയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന്. മണ്ണാങ്കട്ട ഒരു കണ്ണ് വർഗീയത്തില്ലേ? നിങ്ങളത് നിങ്ങളുടെ മെരിറ്റാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമെന്ന് മനുഷ്യനൊരു ധാരണയുണ്ടല്ലോ. മനുഷ്യന് പൊതുവെ ഒരു ധാരണയില്ലേ? എല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ മെരിറ്റാണ്, യോഗ്യതയാണ്. പക്ഷേ ബൈബിൾ എന്താ പറയണത്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം നിൻ്റെ യോഗ്യതയാകണം നിർബന്ധമില്ല. പിന്നെ എന്താണ് ദൈവത്തിൻ്റെ? ദാറ്റ് മീൻസ് നിനക്ക് മെരിറ്റ് ഇല്ലെങ്കിലും കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ അതാണ് നിൻ്റെ മെരിറ്റ്. കൈയടിച്ച് കർത്താവിനെ ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. നമ്മൾ ഈ വചനത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്ന സാക്ഷ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം ഒരു പത്തനംതിട്ടയിലെ ഒരു സിബി മാത്യുവിൻ്റെ സാക്ഷ്യമാണ്. സിബി മാത്യുവിൻ്റെ പ്രശ്നം എന്താണ്? അദ്ദേഹം 2018 പ്രളയത്തിൽ, നമുക്കറിയാം പത്തനംതിട്ട ചെങ്ങന്നൂർ ഭാഗങ്ങളൊക്കെ പ്രളയത്തിൻ്റെ ഏറ്റവും വലിയ കെടുതി അനുഭവിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയും അദ്ദേഹത്തിൻ്റെ കമ്പനിയും എല്ലാം ഒഴുകിപ്പോയി, നശിച്ചു പോയി. അദ്ദേഹം വലിയ കടത്തിലും, 2 തരത്തിൽ കടങ്ങൾ വന്ന്. ഒന്ന് ബാങ്കുകാർ ജപ്തിയിലാക്കി, വസ്തു അവശേഷിക്കുക ഉള്ളതാ പോയി, അവശേഷിക്കുന്നത് ബാങ്കുകാർ ജപ്തിയിലാക്കി. അതേസമയം തന്നെ പ്രൈവറ്റ് ലോൺസ് അദ്ദേഹം കൊടുക്കാനുണ്ടായിരുന്ന ആൾക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് വളരെ മാന്യമായി ജീവിച്ച് ഒരു മനുഷ്യനാണ്. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചങ്കിങ്ങനെ പെട്ടെന്ന് കണ്ണിങ്ങനെ നിറയും. കാര്യം വളരെ മാന്യമായ രീതിയിൽ ജീവിച്ചതാണ്. പക്ഷെ ഒരു പ്രളയം വന്നതോടുകൂടി ലൈഫിങ്ങനെ തിരിച്ചു വെച്ച പോലെ എന്തൊക്കെയാണ് പോയത്? അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും അസ്ഥി ഭദ്രതകളും എല്ലാം പോയിട്ട് അദ്ദേഹം വലിയ കൂടിയ കടക്കാരനായി മാറിയിട്ട് ബാങ്ക് ജപ്തിയാകാൻ പോകുന്നു. ജപ്തി നോട്ടീസ് ഇട്ട്, ഡേറ്റ് ഇട്ട്. അതേസമയം തന്നെ അദ്ദേഹത്തിന് പ്രൈവറ്റ് കടക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ വീട് വളയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ ആരോ പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനത്തെ
ഒരു കച്ചിത്തുരുമ്പ് പോലെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം അത് കൊണ്ടുവന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, ഒരാഴ്ചക്ക് മുമ്പാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് നിക്കക്കളിയില്ലാതെ വീടുകളിൽ ആളിങ്ങനെ കടക്കാരെപ്പോഴും വന്ന് നാണം കെടുത്താൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്ത പേപ്പറുമായിട്ട് വന്ന്, അപ്പോൾ ഞാൻ ഈ ഉടമ്പടി ജപ്തി പേപ്പർ കൊണ്ടുപോയി അമ്മയെടുത്ത് ഏൽപ്പിച്ചു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അർത്ഥവത്തായ ഒരു കാര്യമാണ് വിശ്വാസിയെ സംബന്ധിച്ച്. അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെന്ത് പരിപാടിയാണെന്ന് തോന്നിപ്പോകും. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വേറെ ലൈനിലാണ് അത് പോണത്. കാര്യം നമുക്ക് വേറെ ഒരു മെറിറ്റില്ല. വചനം എന്താ പറയണത്? റോമ 9:16 എന്താ പറയണത്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കാരുണ്യമാണ്. അതാണ് സംഭവം. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് എല്ലാ അമ്മയെ ത്രൂ, കാര്യം ദൈവത്തിൻ്റെ തിരുസ അമ്മയേക്കാൾ വലിയ മാധ്യസ്ഥയില്ല, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം അമ്മയുടെ അടുത്ത് സമർപ്പിച്ച് കഴിയുമ്പോൾ കാര്യത്തിൽ നമ്മൾക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ, ഇപ്പം നമുക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഈശോയോട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. മെറിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര കൊലകൊമ്പനായാലും ചിലപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള യോഗ്യത ഇല്ലാതാണ്ട് വരും. അതുകൊണ്ടാണ് യോഗ്യതയില്ലാത്ത ഒരു അവസ്ഥ വന്നാലാണ് മരിയൻ കവനൻറ്റിൻ്റെ പ്രസക്തി വരണത്. നമ്മളതുകൊണ്ട് നമ്മളൊന്നും കാണുന്നില്ല. ഞാൻ ആ ജപ്തി പേപ്പർ 2 കോടി ജപ്തി പേപ്പർ കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു സമർപ്പണ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കണത്? തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു വെളിച്ചം കിട്ടും പെട്ടെന്ന്. എന്താണ്? ഒരു 6 മാസത്തിന് മുമ്പോ മറ്റ് ഒരു ഫ്രണ്ടിനെ അദ്ദേഹം പരിചയപ്പെട്ടിരുന്നു. ജസ്റ്റ് റീസെൻ്റാണ്, കാഷ്വലായിട്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ്, ജസ്റ്റ് റീസെൻ്റ്. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, നിന്നെ രക്ഷിക്കാനുള്ള നീ ദൈവത്തിൻ്റെ ഒരു വഴികളിലേക്ക് പോകുന്ന വ്യക്തിയാണ് എന്ന് ദൈവത്തിന് തോന്നിയാൽ, നാളെ കാലം നിനക്കൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തെ മനസ്സിലായാൽ, ദൈവം ആ വിഷയം നിന്നെ രക്ഷിക്കാനുള്ള വഴികൾ സെറ്റ് ചെയ്ത് വെച്ചേക്കും. പക്ഷേ നീ ഡോണ്ട് കെയർ ആയാൽ, ദൈവത്തിനേക്കാൾ വലിയ എൻ്റെ കഴിവാണ്, എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ ശക്തിയാണ്, അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ള എൻ്റെ ബന്ധുക്കളാണെന്നൊക്കെ പറഞ്ഞിരുന്നാൽ നീ ദൈവത്തിനെ അവോയ്ഡ് ചെയ്താൽ നീ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതി വെളിപ്പെടുത്തത്തില്ല. കാര്യം എന്താണ്? പന്നിയുടെ മുമ്പിൽ കൊണ്ടുപോയി രത്നങ്ങൾ വിതറുന്നതെന്ന് ഈശോ നേരത്തെ പറഞ്ഞത് ദൈവത്തിൻ്റെ നിലപാടാണത്. നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറരുത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി ശ്രീകണ്ഠ സുവിശേഷം 7:6. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അത് പറഞ്ഞാൽ നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലിരിപ്പ് കൃത്യമല്ലേ? ഇത് ഈ കളി അറിയാതെ കളിച്ചാൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പന്നിയാണെന്ന് വിചാരിച്ചോ. ദൈവത്തിന് എന്താ വെച്ചാൽ പന്നിയുടെ സ്വഭാവം എന്താണ്? ചുമ്മാ വെട്ടി വിഴുങ്ങുക, കുറേ പ്രസവിക്കുക. ആ പ്രസവിക്കണ കൊച്ചിനെ തന്നെ തിന്നുക. പന്നിയുടെ സ്വഭാവം അതാണല്ല. നമ്മൾ നോക്കിയിരുന്ന ഒരു 21 കുഞ്ഞുങ്ങളൊക്കെ പ്രസവിക്കും, പക്ഷേ കിട്ടണ 7 എണ്ണമാണ്. ബാക്കിയെല്ലാം അത് രാത്രി അടിച്ചു കളയും, തന്നെത്താൻ അടിച്ചു കളയും. സ്വന്തം കുഞ്ഞിനെയാണ് തിന്നണമെന്ന് പോലും അതിന് ബോധമില്ല. ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നീയെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ദൈവിക വഴികൾ വെളിപ്പെട്ട് കിട്ടത്തില്ല. കാര്യം എന്താണ്? ദൈവം അത് വെളിപ്പെടുത്തത്തില്ല. കാര്യം വെളിപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ വെളിപ്പെടുത്തി തന്നാൽ പോലും നീ പറയും നിൻ്റെ കേമത്വമാണെന്ന് പറയും. നിന്നെ പരീക്ഷ ജയിപ്പിച്ചെന്ന് വിചാരിച്ചോ? നീ പഠിച്ചിട്ടില്ല, പരീക്ഷ ജയിപ്പിച്ചു. അപ്പം നീ പറയും ഞാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പഠിക്കാതെ എനിക്കൊന്നും ഇഷ്ടം നോക്കിയാൽ മതി. നീ കുട്ടികൾ അപ്പം ദൈവമാണ് നിന്നെ ഹെൽപ്പ് ചെയ്തിരിക്കണത്, ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിന്നെ ഹെൽപ്പ് ചെയ്തിരിക്കണത്. പക്ഷേ നീ പന്നിയായത് കാരണം ദൈവത്തിന് അവോയ്ഡ് കൊണ്ട് പറയും എനിക്കതൊന്നും പ്രശ്നമില്ല, എനിക്കൊന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി, മാർക്ക് പ്രവടാന്ന് വീണുള്ളൂ എന്ന് പറയും. ദാറ്റ് മീൻസ് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പന്നി അടിച്ചു മാറ്റണം. കണ്ടില്ലേ? സ്വന്തമായിട്ട് സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ
ഒരിക്കലും നമുക്ക് ദൈവത്തിനു നിൽക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, സ്വയം പുകഴ്ചയും മഹത്വം അന്വേഷിക്കാതെ ഏകജാതന്റെ മഹത്വം ദൈവത്തിന് കരയേറ്റിക്കൊണ്ട് എൻ്റെ സാക്ഷ്യങ്ങളാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്നെ അഭിഷേകം ചെയ്യണം. എല്ലാ വ്യാപാരങ്ങളിലും പ്രവർത്തനങ്ങളിലും അങ്ങേക്ക് മഹത്വം കൊടുക്കുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമേ ദൈവമെന്നും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടെ നിങ്ങളെ രോഗമുള്ളിടത്തെല്ലാം കൈവച്ച്, നിങ്ങൾക്ക് തന്നെ രോഗം ഉണ്ടാകണം നിർബന്ധമില്ല. അവിടുന്ന് തൻ്റെ തലമുറകൾ തോറും തൻ്റെ ഭക്തരുടെ കാരുണ്യം തലമുറകൾ തോറും നൽകുന്ന. അപ്പം നിങ്ങളുടെ മക്കൾക്കും കൂടപ്പിറപ്പുകൾക്കൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. രോഗമുള്ളത് ഇവിടെ. അച്ഛൻ രോഗികളെ ഞാനിങ്ങനെ ജനറലായിട്ടാണ് പ്രാർത്ഥിക്കണത്. അപ്പോൾ എൻ്റെ മക്കൾ 1, 2, 3 രോഗമൊക്കെ ഉണ്ടെങ്കിൽ കൈകൾ മാറ്റി, ശരീരത്തിൽ കൈകൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അതറിയാത്തവർ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ശ്രുതിക്കട്ടെ. നല്ലവനായ ഈശോ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസം അൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, ഓരോ മക്കളിപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, ഓൺലൈനായിട്ടും കർത്താവെ കൃപാസനത്തിലും പ്രാർത്ഥിക്കുമ്പോൾ അവർ ശരീരത്തിൻ്റെ വിവിധമായ സ്ഥലങ്ങളിൽ കൈകൾ മാറ്റിവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആ രോഗമുള്ളിടത്തെല്ലാം PCOD രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. അതുപോലെ തന്നെ പിസ്തുല രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. ഹൃദയ രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. കരട് രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. കിഡ്നി രോഗങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. തൈറോയ്ഡ് രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. സ്പോണ്ടിലോസിസ് രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. മെനിഞ്ചൈറ്റിസിന് അസുഖമുള്ളവരെ സ്പർശിക്കണമേ കർത്താവെ. കണ്ണ് കാഴ്ചയില്ലാത്തവർ, മൂക്കിന് അഡിനോയിഡിൻ്റെ രോഗമുള്ളവരെ, അതിന് ഓപ്പറേഷൻ ചെയ്യുന്നവരെ സ്പർശിക്കണേ കർത്താവെ. അങ്ങനെ ഓരോ മക്കളും കൈ പൊക്കാൻ പാടില്ലാത്ത, നീതി കെട്ടുന്നവരെ, നീർക്കെട്ടൻ്റെ രോഗമുള്ളവരെ, നീരിറക്കമുള്ളവരെ എല്ലാവരും സ്പർശിക്കണേ കർത്താവെ. ഈശോയെ, ഈശോയെ, ഓരോരോ ശ്വാസകോശ രോഗികളെ, വിധവ മക്കളില്ലാത്തവരെ, അതുപോലെ കിഡ്നി രോഗികളെ എല്ലാവരെയും സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, മാരക രോഗങ്ങൾ, തിരാവേദികൾ, പറയാത്ത രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി അവരെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മഹത്വം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. മുട്ടയക്കുക. സമാപനാശീർവാദം. ഒരു നിമിഷം മൗനമായിട്ട് നമ്മുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. ഉടമ്പടി പുതുക്കി നിയോഗങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ ആ വിഷയങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധനയിലൂടെ വെളിപ്പെട്ടതുപോലെ അവിടുത്തെ മഹത്വത്തിൻ്റെ വലിയ ഉപകരണമാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ
പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ സ്തുതി. താങ്ക് യു ജീസസ്. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും